ഫ്രണ്ട്സ്, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗാർഡനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഇത് നമ്മുടെ സാധാ ബെഡ്ഷീറ്റ് എന്തെങ്കിലും തുണിയായാലും മതി. കോട്ടൺ ആയിട്ടുള്ള തുണി വെച്ച് നമുക്ക് എങ്ങനെ ചെടിച്ചട്ടി ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുക. ജസ്റ്റ് ഒന്ന് സിമെൻറ്റും ഒരു മോൾഡ് ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള എടുക്കാം. പിന്നെ ബെഡ്ഷീറ്റാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബെഡ്ഷീറ്റ് പുതിയത് തന്നെ വേണമെന്നില്ല, പഴയത് മതി. കഴിയുന്നതും കോട്ടൺ ടൈപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് നീളത്തിലുള്ള സ്ട്രൈപ്സ് ആയിട്ട് ഇത് ആദ്യം മുറിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് ജസ്റ്റ് ഒന്ന് ഇതേപോലെ വലിച്ച് നീളത്തിലുള്ള ഓരോ കഷ്ണങ്ങളായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ കാണിച്ച മോൾഡിൻ്റെ വലുപ്പത്തിലാണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ബെഡ്ഷീറ്റിൽ നിന്ന് എടുത്താൽ മതി. ഇതുപോലത്തെ ഇപ്പം ഞാനിപ്പോൾ എടുത്ത പോലത്തെ ഒരു മൂന്ന് പീസായിട്ട് മതി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള തുണി എടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണിയും സിമെൻറ്റും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 1.5 കപ്പ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി ഈ വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്ത് നല്ലപോലെ ഒരു കുറുകിയ ടൈപ്പ്, അധികം കൂടിപ്പോകരുത് വെള്ളം. ഇതേപോലത്തെ ഈ കാണുന്ന രീതിക്ക് നല്ലപോലെ സിമെൻറ്റ് കുഴച്ച് വെള്ളമായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തുണി ഇടേണ്ടതുണ്ട്. തുണി ഇട്ടിട്ട് നല്ലപോലെ തുണിയിലൊക്കെ പറ്റുന്ന രീതിക്ക് സിമെൻറ്റ് ആക്കി എടുക്കാം. തുണിയിൽ ഫുള്ളായിട്ട് നല്ലപോലെ പിടിച്ചിരിക്കുന്ന രീതിക്ക് ആക്കണം. വെറുതെ എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടി ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു പെർഫെക്ഷനും ഉണ്ടാവില്ല. പിന്നെ അത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യത. അപ്പോൾ നല്ലപോലെ തുണിയും സിമെൻറ്റും നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേനും യോജിച്ചിരിക്കും. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മോൾഡ് എടുത്ത് ഇതുപോലെ വെച്ചിട്ട് അതിലൊന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചട്ടി ഉണങ്ങി കഴിഞ്ഞിട്ട് ഈ മോൾഡ് ഈസി ആയിട്ട് അതിൻ്റെ അകത്ത് നൂലെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ തുണി നമ്മൾ സ്ട്രൈപ്പ് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയല്ലോ, അത് ചുറ്റി കൊടുക്കുക. അതിൻ്റെ മുകളിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി എടുക്കുക. അപ്പോൾ മുകൾ വരെ ഇങ്ങനെ ചുറ്റി നമ്മൾ എടുക്കണം, ഫുള്ള് കവർ ചെയ്ത്. അപ്പോൾ എല്ലാവരും തുണി വെക്കുമ്പോൾ നല്ലപോലെ പ്രസ് ചെയ്ത് അടിയിലോട്ട് ഇരിക്കുന്ന രീതിക്ക് വെക്കുക. നല്ലപോലെ സിമെൻറ്റ് ഫുള്ള് അതിൽ ഇരിക്കുന്നതായിട്ട് മൊത്തം ടൈറ്റായിട്ട് വരുന്ന രീതിക്ക് വെക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ അവസാനം റൗണ്ട് വരാൻ നേരം അതിലൊരു ജസ്റ്റ് ഒരു സ്ട്രോ ഇങ്ങനെ വെച്ച് കൊടുക്കണമെങ്കിൽ ചട്ടിക്ക് അടിയിൽ ഹോൾ ഇടണതിന് വരെ സ്ട്രോഡ് വെച്ച് കൊടുത്താൽ അതിലോട്ട് ഇരുന്നോളൂ. അപ്പോൾ നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനം ഹോൾ ഇടാനൊന്നും നിൽക്കണ്ട. ഞാനിവിടെ ഇട്ടിട്ടില്ല. അപ്പോൾ ഇടണമെങ്കിൽ ഇപ്പോഴേ ഇടാം, അല്ലെങ്കിൽ അവസാനം ഒന്ന് ഇട്ടാൽ മതി അച്ചുവരുന്ന ടൈമിൽ. ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടി സിമെൻറ്റൊക്കെ സൈഡിലും മുകളിലൊക്കെ ഇട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സിമെൻറ്റ് കൈകൊണ്ട് തൊടുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ എല്ലാവരും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മോൾഡ് ഊരാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഊരണം. പെട്ടെന്ന് ചെറുത് പിടിച്ച് ഊരിയാൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മളെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ചട്ടി ആയിട്ടുമില്ല. ഇത് എത്ര സ്ട്രോങ്ങും അല്ല സംഭവം. ഇപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് ഇനി പണിയുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചൊക്കെ ഊരാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്കിത് ഊരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എയർ ഹോൾസൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സിമെൻറ്റ് അതിൽ കോട്ടടിക്കണം. സിമെൻറ്റ് ജസ്റ്റ് ഒന്ന് കലക്കി അതിൻ്റെ ഉള്ളിൽ എല്ലാ ബ്രഷ് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ പുറത്തുള്ള ഭാഗങ്ങളിലും ഇതുപോലെ ക്ലിയർ ആക്കി കൊടുക്കണം. നമ്മൾ ഒരു കോട്ട് സിമെൻറ്റ് അടിച്ച് കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ലപോലെ സ്ട്രോങ് ആവും. അപ്പോൾ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചട്ടിയായിട്ട് പിന്നെ ഉപയോഗിക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് പെയിൻ്റൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയാവും. ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരുമാതിരി ഉണങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കാം. ചെടിയൊക്കെ നടാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. പെയിൻ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം, നിങ്ങളുടെ ക്രിയേറ്റീവ് അനുസരിച്ച്. ഞാൻ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് അത്. കാരണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു റെഡ് കളറാണ് അടിച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ള അനുസരിച്ച് അടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള ബാക്കി വരുന്ന ബെഡ്ഷീറ്റ് തുണികളൊക്കെ എങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ചട്ടിയൊക്കെ വാങ്ങി അധികം പൈസ നമ്മുടെ ഇന്ന് അധികം വേസ്റ്റ് ആകില്ല ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ.
വീഡിയോ കൊണ്ട് എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ആവശ്യമുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക.